നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസങ്ങളായി വത്തിക്കാനിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. ന്യൂമോണിയ ബാധയേറ്റ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വളരെ ഗുരുതരമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 10 ദിവസത്തോളമായി ആശുപത്രിയിൽ കഴിയുന്ന പോപ്പ് ഫ്രാൻസിസിന്റെ നിലയിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. മാർപ്പാപ്പ തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ബോധവാനാണെന്ന് വത്തിക്കാനും അറിയിച്ചിട്ടുണ്ട്. വൃക്കകളുടെ പ്രവർത്തനത്തിലും നേരിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്തിയതായാണ് വിവരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂമോണിയ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദീർഘകാലമായി ശ്വാസകോശ സംബന്ധമായ രോഗം അലട്ടുകയാണെന്നും മാർപ്പാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലേറ്റിന്റെ അളവ് കുറഞ്ഞതിനാൽ വെള്ളിയാഴ്ച അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചിരുന്നുവെന്നും വത്തിക്കാൻ വെളിപ്പെടുത്തി. ന്യൂമോണിയ ബാധ ഗുരുതരമായതിനെ തുടർന്ന് റോമിലെ ജെമെല്ലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അപകടനിലയിൽ തുടരുന്നതായും റിപ്പോർട്ട്. ഫെബ്രുവരി 14 ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധ വ്യാപിക്കുകയായിരുന്നു. രക്തത്തിൽ പ്ലേറ്റ്ലേറ്റിന്റെ അളവ് കുറയുന്ന ത്രോബോസൈറ്റോഫീനിയ എന്ന അവസ്ഥയോടൊപ്പം വിളർച്ചയും ബാധിച്ചതിനാലാണ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാത്തതെന്നാണ് റിപ്പോർട്ട്. ആരോഗ്യനില ഗുരുതരമാണെങ്കിലും അദ്ദേഹം കിടപ്പിലല്ലെന്നും അധിക സമയം ചാരുകസേരയിൽ വിശ്രമിക്കുകയാണെന്നും അതേസമയം കൂടുതൽ ക്ഷീണിതനായാണ് കാണപ്പെടുന്നതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ആരോഗ്യനില മോശമാണെങ്കിലും ആശുപത്രി മുറിക്കുള്ളിൽ ഇരുന്ന് മാർപ്പാപ്പ തന്റെ ചുമതലകൾ പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. ഡോക്ടർമാർ സെർഗിയോ അൽഫേറിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ കഴിയുന്നത്. മാർപ്പാപ്പയ്ക്ക് വെന്റിലേറ്ററിന്റെ സഹായം നൽകിയിട്ടില്ലെന്നും ശ്വാസതടസ്സമുള്ളതിനാൽ പരിമിതമായി മാത്രമേ ശരീരചലനം നടത്തുന്നുള്ളൂ എന്നും ഡോക്ടർ സെർഗിയോ അൽഫേറി അറിയിച്ചു. ഈ അവസ്ഥയിൽ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നർമ്മ സംഭാഷണം തുടരുന്നതായി ഡോക്ടർമാർ പറയുന്നു. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് ജെമെല്ലെ ആശുപത്രിക്ക് പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി മെഴുകുതിരികൾ കൊളുത്തിയും സങ്കീർത്തനങ്ങൾ ചൊല്ലിയും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആശുപത്രിക്ക് പുറത്ത് കഴിയുകയാണ്. മാർപ്പാപ്പ ആരോഗ്യവാനായി മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ, റോമിലെത്തുന്ന തീർത്ഥാടകരും പങ്കുവച്ചു. അതേസമയം രോഗാവസ്ഥയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നുള്ള ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 2013 ബെനഡിക്ട് 4 മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ചർച്ചകൾ ഉയരുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ നേതൃസ്ഥാനത്ത് ആജീവനാന്തം തുടരുന്നത് തന്റെ പ്രതിബദ്ധതയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വത്തിക്കാന്റെ പ്രവർത്തനങ്ങൾക്ക് കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയാത്രോ പാറോലിലാണ് നേതൃത്വം നൽകുന്നത്. 2025 വിശുദ്ധ വർഷമായി ആചരിക്കുന്നതിനാൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടുത്തിടെ നടക്കുന്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കല നേതൃത്വം നൽകും.